ആ അവിടെ ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ചു സർക്കിട്ടിലായിരിക്കും വരിയെന്ന്. മൂപ്പർ റെസ്റ്റ് എടുക്കുക. മനസ്സിലായോ ഭാസ്കരൻ നായർ? അങ്ങനെ മനസ്സിലാവാൻ എന്താ, ഞങ്ങളെ കസ്റ്റമേഴ്സിനെ മറക്കുന്ന ആളുകളല്ല. എന്നെ ഒന്നുകൂടെ സഹായിക്കണം. എനിക്ക് പറ്റില്ല, വേറെ ആളെ നോക്കും. ഇത് വാടക കേസല്ല, അതിലും വലിയ പ്രശ്നമാണ്. അതായത് നാരായണ മൂപ്പര മോള് ഏതൊരു പയ്യനായിട്ട് ലപ്പിലാണ്. അതൊന്ന് പേടിപ്പിച്ച് വിട്ടാ മതി. പേടിപ്പിച്ചാ പോരാ, രണ്ടടിയും കൊടുക്കണം. അടി 2 or 3 ഞങ്ങൾ കൊടുത്തോളാം. ഞങ്ങൾ പറഞ്ഞ പൈസ തരേണ്ടി വരും. മൊയ്തീനെ, ആ പണി ഞാൻ നിർത്തി. മേലാൽ ഇത്തരം കാര്യങ്ങളോട് എന്റെ അടുത്ത് വരരുത്. അങ്ങനെ പറയരുത്, ഇതും കൂടെ ചെയ്തിട്ട് നിർത്തിക്കോ. തന്നെ കൊന്നിട്ട് നിർത്താം, മതിയോ? കാശ് കാണിച്ച് മനുഷ്യനെ തല്ലിക്കുകയും കൊല്ലിക്കുകയും ചെയ്യിച്ച് മനസമാധാനവും കളഞ്ഞു. വേണ്ടതും വേണ്ടാത്തതും ഒക്കെ തലയിലിട്ട് പുകച്ച് ഇറങ്ങി പോകണം. പോകാൻ നാരായണ അതെന്തു പറ്റി? തേങ്ങ കൊല ഇറങ്ങി പോകണം. വേണ്ട. ഒരാള് കാണാൻ വന്നിട്ടുണ്ട്. എന്നെയോ? അതെ. ഞാനാ നത്ത്. ഞാനാണെന്ന് വിചാരിച്ചില്ലല്ലേ? തോന്നി. അല്ലാതെ എന്നെ അന്വേഷിച്ച് വരാൻ അധികം പേരില്ലല്ലോ. പക്ഷെ വരവ് ഇതുപോലെ ആയിരിക്കും വിചാരിച്ചില്ല. ക്ഷമിക്കണം, ഒരിച്ചിരി കഴിച്ചിട്ടുണ്ട്. മറക്കാൻ ഒരുപാടുണ്ട് പെങ്ങളെ, ഒരുപാടുണ്ട്. പക്ഷെ നിങ്ങളെ മോനെ മറക്കല കേട്ടോ. ജീവനുള്ളപ്പോ മറക്കല. ആ മോൻ ആരാന്നറിയോ? ഞാനാ, ഞാൻ തന്നെ. അവനെ നോക്കണം, പൊന്നുപോലെ നോക്കണം. 10-25 കൊല്ലം എന്റെ അച്ഛനെ ഇതുപോലെ ആരാണ്ട് കൊന്നതാ. പക്ഷെ എന്റെ അമ്മ എന്നെ നോക്കിയില്ല. അതുകൊണ്ട് ഞാൻ നത്തുനാരാന്നായി. പക്ഷെ അതുപോലെ ഇവനെ നടക്കരുത്. അച്ഛനെ പോലെ വലിയ ആളാക്കണം. എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോ, നാരായണുണ്ട്. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. ഒരു സഹായം വേണം. മേലാൽ എന്നെ കാണാൻ ഇതുപോലെ വരരുത്. ഞാനും എന്റെ മോനെ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. അല്ല പെങ്ങളെ, അത് ഞാൻ എടാ, അവര് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഭർത്താവ് മരിച്ചൊരു പെണ്ണ് ജോലി ചെയ്യുന്ന ആഫീസ്. നീ 4 കാലം കയറി ചെന്നപ്പോ അവര് ചെരുപ്പൂരി അടിക്കായിരുന്നു ഭാഗ്യം. അതിനവരെ ഉപദ്രവിക്കാനാണോ ഞാൻ ചെന്നത്? എന്തെങ്കിലും സഹായം വേണേ ചെയ്യാന്നല്ലേ പറഞ്ഞുള്ളൂ. പിന്നെ ഞാനിതിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തെറ്റാ? എനിക്കും വേണ്ടേ മനസ്സമാധാനം? ഇതാ നീ കൊച്ചു പിള്ളാരുടെ സ്വഭാവം കളയണം. നിനക്ക് ഈ ജെട്ടിയിലെ ജീവിതം അറിയാവൂ. മനസമാധാനത്തിന് കള്ളും ചാരാകും അല്ല മാർഗം. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് നീ പറ. ഞാൻ പറഞ്ഞാ നീ കേൾക്കൂ, അതോ ഈ ചെവി കൂടെ കേട്ടിട്ട് ആ ചെവി കൂടെ കളയൂ? പറടാ നാറി. എടാ, വെളുക്കുമ്പോ മുതൽ ഓരോന്നിങ്ങനെ ആലോചിച്ച് പെരുപ്പിക്കാതെ എന്തെങ്കിലും പണിയെടുക്ക്. എന്നിട്ട് 2 ounce ഒക്കെ അടിച്ചാ ഒരു ഉറക്കം കിട്ടും. ആ കുടുംബം അല്ലല്ലാതെ കഴിയുമെന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യുക. അല്ലാതെ സഹായം വേണോ എന്ന് ചോദിച്ച് കള്ളും കുടിച്ച് 4 കാലം കയറി ചെന്ന ആരടാ വില വെക്കുക? എനിക്കാരെങ്കിലും പണി തരൂ? എറണാകുളം മാർക്കറ്റിൽ പണി വിൽക്കാൻ നിരത്തി വെച്ചിട്ടുണ്ട്. രൂപയ്ക്ക് 4. എടാ, പണി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇതേ നിനക്ക് ഈ വല വലിക്കാൻ പറ്റൂ?
പുറത്താരെയും കാണാത്തോണ്ട് നോക്കിയതാ. കഴിഞ്ഞ ദിവസം ഓഫീസ് വന്നപ്പോ ഇത്തിരി വീലായിരുന്നു. സാരില്ല, മോനോ? ഉറക്ക. അച്ഛൻ പിന്നെ വന്നോ? ഇല്ല, കത്തുണ്ടായിരുന്നു. സാറിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും? ഇല്ല. വിഷമിക്കണ്ട, ആരും ഇല്ലെങ്കിലും ഞങ്ങളൊക്കെ ഇല്ലേ നാട്ടില്. എനിക്ക് വിഷമമൊന്നുമില്ല, ഇത്രേ വിധിച്ചിട്ടുള്ളൂ. നാടും വീടും ഉപേക്ഷിച്ചിറങ്ങിയുള്ള അന്നും ധൈര്യം തന്നത് ബെന്നിയാണ്. എല്ലാം സഹിക്കാൻ ധൈര്യം തന്നുകൊണ്ട് ഇപ്പോഴുണ്ട് കൂടെ. കേറിയിരിക്കാം. ഇല്ല, പണിയുണ്ട്. എവിടെ? എന്റെ ഒരു കൂട്ടുകാരനോട് വല വലിക്കാൻ പോകുന്നുണ്ട്. നാ, ഇന്ന് കാലത്തെ കോളാ. എന്താ വില? അയ്യോ, വിലയൊന്നും വേണ്ട. അത് ശരിയാവില്ല, കാശ് വാങ്ങണം. വില എന്നാ ഞാൻ പിന്നെ ഇങ്ങോട്ട് വരികയല്ല. ഈ വീടുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. എന്തിനാ ഞങ്ങളോട് ഇത്ര സ്നേഹം കാണിക്കണേ? അതിന് മാത്രം എന്ത് ബന്ധാ നമ്മൾ തമ്മില്? എനിക്ക് 2 അനിയത്തിമാര്, ഒരാങ്ങളയില്ല. പോട്ടെ, സമയം കിട്ടുമ്പോ വരാം. ഒരു കാര്യം ചോദിക്കട്ടെ? അന്ന് ഓഫീസിൽ വന്നപ്പോ എന്റെ അച്ഛനെ ഇതുപോലെ കൊന്നതാണെന്ന് പറഞ്ഞല്ലോ. ബെന്നിയെ കൊന്നതാണെന്ന് എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അത് വെള്ളത്തിന്റെ പുറത്ത് നാക്ക് പഴിച്ചിട്ടുണ്ടെങ്കിലും അല്ലാതെ എനിക്കങ്ങനെ സംശയം തോന്നിട്ടില്ല. എനിക്കുണ്ട്. കാരണം ബെന്നി മദ്യപിക്കാറില്ല. മറ്റേതെങ്കിലും വണ്ടി ചെന്ന് ഇടിച്ചിട്ടില്ല. പോലീസ് പറയണ പോലെ പാലത്തിന്റെ സൈഡിൽ ചെന്ന് ഇടിച്ച് ഇത്രയും ദൂരം തെറിച്ചു വീഴാൻ മാത്രമുള്ള സ്പീഡില് ബെന്നി വണ്ടി ഓടിക്കാറുമില്ല. അതിപ്പോ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബെന്നിക്ക് ധാരാളം ശത്രുക്കളുണ്ട്. ഏതായാലും ഒരു അന്വേഷണത്തിന് ഞാൻ പെറ്റീഷൻ കൊടുക്കാൻ പോവാ. സഹായത്തിന് കൂടെ ഉണ്ടാവുമല്ലോ. അവരന്വേഷിച്ചോട്ടെ, എന്ത് തെളിവുണ്ടായിട്ടാ? നീ ഇങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. പേടിയല്ലടാ, പോലീസ് പിടിക്കുകയോ കൊല്ലുകയോ എന്ത് വേണം ചെയ്തോട്ടെ. ഇത്ര നാളും കള്ളക്കളി കളിക്കായിരുന്നു എന്നാ പെൺകുട്ടി അറിഞ്ഞ ഒരു മണ്ണാങ്കട്ടെ അറിയില്ല. നീ ഈ വെപ്രാളം കാണിച്ച് അറിയിക്കായിരുന്നാ മതി. എന്തറിയിക്കണ കാര്യമായി പറയണേ? അല്ല, ഈ ബോട്ടിലും ജെട്ടിയിലും കടത്തിണ്ണയിലും ഒക്കെ കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പം വീട്ടിന്റെ തിണ്ണെ കിടന്നപ്പോ ഉറക്കം വരുന്നില്ലാന്ന്. ഈ പറയുന്ന ആൾ അത്ര കളിയൊക്കൊന്നും വേണ്ട കേട്ടോ. കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഹോട്ടൽ മുറി കിടന്നിട്ട് ശ്വാസം മുട്ടുന്നെന്നും പറഞ്ഞ് എന്നെ അകത്തിട്ട് പൂട്ടിയിട്ട് പീഡിയത്തിനെ പോയി കിടന്ന ആളാ. അതിന്റെ സുഖം നിനക്കറിയില്ല അല്ലടാ. എടുത്ത് ഉറങ്ങിക്കോ, നാളെ പണിയുള്ളതാ. ഞാൻ ചോദിച്ചിട്ട് വരാം. വേണ്ട, എനിക്കറിയാൻ ചോദിക്കാൻ. മൂപ്പിലെ എന്റെ കെട്ടിയവനെ കണ്ടോ? കെട്ടിയാനോ? ആ. ഇതേതാണ്? നമ്മളെ നത്തിന്റെ പെണ്ണാ. ഓ, അത് നാട്ടിന്റെ പെണ്ണ് നിന്റെ കെട്ടിയോള്. ഞാൻ നാരായണേട്ടന്റെ ഭാര്യ. മൂപ്പിലെ പറ, എന്റെ നാരായണേട്ടനെ കണ്ടോ? ഞാൻ കണ്ടിട്ട് 1-2 ആഴ്ച. ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാറില്ല. ഓ, ബോട്ട് കടവിൽ നോക്കി, ചായക്കടയിൽ നോക്കി, ഷാപ്പായ ഷാപ്പൊക്കെ തിരക്കി. ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്കും? ഇവിടെ എങ്ങും കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ എവിടെ ആയാലും നമുക്ക് പോയി അന്വേഷിക്കാം. വാടോ. അങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാണ്ട് കയറി ചെല്ലാൻ പറ്റുമോ? എന്താ? ഒന്നും ഉണ്ടായിട്ടല്ല. ആ ശാന്തം ഒരു പ്രത്യേക സ്വഭാവക്കാരത്തിയാ. ശാന്തമ്മയോ? ഏത് ശാന്തമ്മ? എന്റെ ദൈവേ, വെറുതെയാണോ എന്റെ കെട്ടിയോൻ എന്നെ തിരിഞ്ഞു നോക്കാത്തെ? എന്റെ കെട്ടിയോനെ മയക്കെടുത്തോളം ഞാൻ കൊല്ലും. കൊല്ലലൊക്കെ റോട്ടില് ഇവിടെ പറ്റില്ല. വാടോ, പോയി അന്വേഷിക്കാം. വണ്ടിയെട്. അതേ നത്ത് തന്റെ അച്ഛൻ. നാരായണേട്ടാ, നാരായണേട്ടാ, അവിടെ നിൽക്ക് നാരായണേട്ടാ. എന്താ നാരായണേട്ടാ ഇങ്ങനെ? അവിടെ നിൽക്ക് നാരായണേട്ടാ. നാരായണേട്ടാ, നാരായണേട്ടാ, ഓമനയാ വിളിക്കുന്നെ. അവിടെ കൈവെച്ച് തന്നോ നാരായണേട്ടാ. അയ്യോ, എനിക്ക് അയ്യോ. വണ്ടി ഇടോ, വണ്ടി ഇടോ. നമ്മളെ കൊല്ലണം. വണ്ടി എടുക്കണം. ചാടി ഇടോ അങ്ങോട്ട്. ഉറക്കം തൂങ്ങി അങ്ങോട്ട് എടുക്കണോ? ഓ, അയ്യോ, ഇയാടെ ഒരു ഓണത്തെ വണ്ടി. വേഗം അങ്ങോട്ട്.